ആർഎസ്എസ് സംഘപരിവാർ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഹിന്ദുത്വ രാജ്യം കെട്ടിപ്പടുത്തുവാൻ ശ്രമിക്കുന്ന ബിജെപി സർക്കാർ വയനാട് ദുരന്തത്തിൽ കേരളത്തിനർഹമായ ധനസഹായം നൽകിയില്ല എന്ന എം എം മണി. സിപിഐഎം 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പീരുമേട് ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിന്റെ ഭാഗമായി റെഡ് വാളണ്ടിയർമാരുടെ അകമ്പടിയോടുകൂടിയുള്ള ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ പ്രകടനം വണ്ടിപ്പെരിയാർ ടൗണിൽ നടന്നു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ 24-ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന ജില്ലാ സമ്മേളനങ്ങളോടനുബന്ധിച്ചാണ് സിപിഐഎം പീരുമേട് ഏരിയ സമ്മേളനം നടന്നത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തേയിലത്തോട്ടങ്ങളിൽ തങ്ങളുടെ പാദങ്ങൾ പതിച്ച് ചോര നീരാക്കിയ തോട്ടം തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി സിപിഐഎം എന്ന തൊഴിലാളി പ്രസ്ഥാനത്തിന് കീഴിൽ അവരെ അണിനിരത്തി നിരവധിയായ സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വണ്ടിപ്പെരിയാറിന്റെ മണ്ണിലാണ് സിപിഐഎം പീരുമേട് ഏരിയ സമ്മേളനത്തിന് തുടക്കമായത്. സിപിഐഎം പീരുമേട് ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ 274 ബ്രാഞ്ച് സമ്മേളനങ്ങൾക്കും 14 ലോക്കൽ സമ്മേളനങ്ങൾക്കും ശേഷമാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. സമ്മേളന നഗരിയിൽ നിന്നും റെഡ് വാളണ്ടിയർമാർക്ക് പിന്നിൽ 14 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുമുള്ള പ്രതിനിധികളെ അണിനിരത്തിക്കൊണ്ട് വണ്ടിപ്പെരിയാറിന്റെ ചരിത്ര വീതിയിലൂടെ ആരംഭിച്ച കൂറ്റൻ പ്രകടനത്തോടുകൂടിയാണ് സമ്മേളനം ആരംഭിച്ചത്. തുടർന്ന് വണ്ടിപ്പെരിയാർ ജീപ്പ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച രക്തസാക്ഷി മണ്ഡപത്തിൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ജി വിജയാനന്ദ് പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ശേഷം ഏരിയ സമ്മേളനം കെ കെ കൃഷ്ണൻകുട്ടി നഗർ വണ്ടിപ്പെരിയാർ മോഹനം ഓഡിറ്റോറിയത്തിൽ നടന്നു. സമ്മേളനം പ്രസിഡിയം കൺവീനർ ജി വിജയാനന്ദ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. സിപിഐഎം പീരുമേട് ഏരിയ സെക്രട്ടറി എസ് സാബു സ്വാഗതം ആശംസിച്ച സമ്മേളനം സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗവും ഉടുമ്പൻചോല എംഎൽഎയുമായ എം എം മണി ഉദ്ഘാടനം ചെയ്തു. ആർഎസ്എസ് സംഘപരിവാർ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രം കെട്ടിപ്പടുത്തുവാൻ ശ്രമിക്കുന്ന ബിജെപി സർക്കാർ വയനാട് ദുരന്തത്തിൽ അർഹമായ ധനസഹായം നൽകിയില്ല എന്നും ദുരന്തമുഖം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹതാപ പ്രകടനമായി ഒരു കുട്ടിയുടെ മൂക്കള പിഴിഞ്ഞ് പോവുക മാത്രമാണ് ചെയ്തതെന്ന് എം എം മണി പറഞ്ഞു. വയനാട് ദുരന്തമുണ്ടായി. പ്രധാനമന്ത്രി എന്ന് പറയുന്ന യോഗ്യം വന്നു. അവിടെ കൊച്ചക്കട മൂക്കയൊക്കെ തൂത്തു. പത്രങ്ങളെല്ലാം എഴുതി മനോരമയും താലോലിച്ചു. ചില്ലി നയാ പൈസ നമുക്ക് തന്നില്ല. വാഞ്ചനെ തട്ടിപ്പോണ്ടായിരുന്നു അദ്ദേഹം നമ്മൾ കാണിച്ചത്. ചില്ലി നയാ പൈസ ആ ജില്ല തകർന്നതാ. സുരേന്ദ്രൻ വിജയപ്പെടുന്ന എല്ലാവോ ബിജെപിയുടെ നേതാക്കന്മാർ പറഞ്ഞ 3 വാർഡല്ലേ പറ്റിയുള്ളൂ, അവിടെ പോയുള്ളൂ എന്നാണ് പറഞ്ഞത്. ജില്ലിന് ഞാൻ പൈസ തന്നില്ല. ആ വയനാട് ജില്ലയിലെ ജനങ്ങൾ നേരിടുന്ന ദുരിതത്തിന് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ചുമതല കേരളത്തിൽ നമ്മുടെ ഗവൺമെന്റ് മാത്രം, നമ്മുടെ തലയിൽ മാത്രം ഏൽപ്പിച്ചു. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മേരി, ജില്ലാ സെക്രട്ടറി സി വി വർഗീസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ വി ശശി, കെ എസ് മോഹനൻ, ആർ തിലകൻ, ജില്ലാ കമ്മിറ്റി അംഗം കെ എം ഉഷ, പ്രസിഡിയം അംഗങ്ങളായ സി ആർ സോമൻ, എം തങ്കതുരൈ, വി ജെ ജെസ്സി തുടങ്ങിയവർ സമ്മേളനത്തിൽ പ്രസംഗിച്ചു. രക്തസാക്ഷി പ്രമേയവും അനുശോചന പ്രമേയവും യഥാക്രമം റെനിൽ മാത്യു, ആർ ദിനേശൻ എന്നിവർ അവതരിപ്പിച്ചു. 14 ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രതിനിധികൾ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഞായറാഴ്ച അവസാനിക്കുന്ന ഏരിയ സമ്മേളനത്തിന് ശേഷം വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ പൊതുസമ്മേളനവും നടക്കും. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.